ഗുരു ശരിക്കും ഒരു ഗുരു എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് പുതിയ പഴയ ആൾക്കാരൊക്കെ ഇത് കേട്ടിട്ടുണ്ട്. സൂക്ഷ്മത്തിലും സ്ഥൂലത്തിലും കാരണത്തിലും ഈ മൂന്ന് ശരീരമാണ് നിങ്ങളുടെ ശരീരത്തിൽ ബോഡിക്കുള്ളത്. ഒന്ന് സൂക്ഷ്മ ശരീരം, ഒന്ന് സ്ഥൂല ശരീരം, ഒന്ന് കാരണ ശരീരം. ഈ മൂന്ന് ശരീരവും കണ്ട് മനസ്സിലാക്കി എനിക്ക് വേണം ഈ ശിഷ്യനെ എടുക്കണം വേണ്ട തീരുമാനിക്കും. മനസ്സിലായത്? അങ്ങനെ നോക്കിയിട്ടാണ് പണ്ട് കാലത്തൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. സജീവത്തിലും ഏതെങ്കിലും ദ്വാപരയിലൊക്കെ എടുത്തുകൊണ്ടിരുന്നത് ഇങ്ങനെ നോക്കിയിട്ടാണ് ഗുരുക്കന്മാർ. പിന്നീട് വന്നപ്പോൾ ഗുരുക്കന്മാരിൽ നിന്ന് തന്നെ ഓരോന്ന് പോയി തുടങ്ങി. കാരണം പോയി, സൂക്ഷ്മം പോയി, പിന്നെ അവസാനം ഈ കാണുന്ന സ്ട്രക്ചർ കണ്ടിട്ടായി സംഭവം പറ്റുന്നത്. ഇപ്പൊ 99% പേരും ഈ സ്ട്രക്ചർ കണ്ടിട്ടാണ് ഈ ഡിസൈഡ് ചെയ്യുന്നത്. ഈ എന്റെ ശിഷ്യനാവോ ഇല്ലയോ, ഇവിടെ ഇതെന്തോരം പോയി, മന്ത്രികളുടെ മൊത്തം തോന്നുന്നു, ഇതൊക്കെ കണ്ടിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, കൈ പോകും. അപ്പൊ നിങ്ങൾക്ക് ബാധിക്കുന്ന നിയമത്തിന് നിൽക്കുന്നവർക്ക് ബാധിക്കും. അപ്പൊ ഈ മൂന്ന് ഇതും കൂടി കണ്ട് അറിഞ്ഞ് അറിയാവുന്നവൻ ആരും അവർ പോകും. ഇതിപ്പോ ക്ലാസ്സിൽ ടീച്ചർ ഗുരുവാന്ന് പറയും. ക്ലാസ്സിൽ അത് ഗുരു തന്നെയാണ്. ഏത് ലെവലിൽ പഠിപ്പിച്ചാലും, ഇപ്പൊ PhD എടുത്താലും അതും അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ ഗുരു അല്ലേ, ABCD പഠിപ്പിക്കുന്നവരും ഗുരു അല്ലേ. പക്ഷെ ഈ മൂന്ന് ലെവലും കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അവന് വേണ്ട സാധനം കൊടുക്കുന്നത് ആരോ അവൻ ഗുരു. അതാണ് ഗുരു. നേരത്തെ മെഡിറ്റേഷൻ പറഞ്ഞത്. ഇപ്പോ 2 ആഴ്ച മുമ്പ്, 2-3 ആഴ്ച മുമ്പ് നമുക്ക് സദ്ഗുരു പട്ടം കിട്ടി വാട്സപ്പിലൊക്കെ. അപ്പൊ ഇപ്പോഴും സപ്തർഷികൾ വന്നിട്ട് പോയിട്ട് ചെയ്യാം. ഇപ്പൊ 1.5 മാസമായി സപ്തർഷികൾ ഗുരുവിലിരിക്കുന്നു നമ്മുടെ വീട്ടിൽ. അപ്പൊ അവര് വന്നിട്ട് ഇതുവരെ പോയിട്ടില്ല. അവര് വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരും ബാബാജിയും കൂടി വന്ന് ധ്യാനത്തിൽ വന്നിച്ചു. നിങ്ങൾക്ക് സപ്തർഷി പട്ടം കിട്ടിയിട്ട് ഞാൻ സപ്തർഷി പട്ടം തന്നു. അതാണ് ഏറ്റവും വലിയ, അല്ലാതെ ഏറ്റവും വലിയ ധനം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് മനുഷ്യജന്മത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് സപ്തർഷികൾ. അതിനപ്പുറം വേറെ ഇല്ല. അപ്പൊ ആൾക്കാർ ചോദിക്കും എന്താണ് ഈ ഗുരു സപ്തർഷി തമ്മിലുള്ള വ്യത്യാസം. അത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഗുരു എന്ന് പറഞ്ഞാൽ ഈ 3 ഭാവം മനസ്സിലാക്കി ദീക്ഷ കൊടുക്കുന്നവൻ ആരോ അവൻ ഗുരു. ഓക്കെ, അത് വേണമെങ്കിൽ മന്ത്രദീക്ഷയാവാം, അല്ലെങ്കിൽ പ്രാണായാമ ദീക്ഷയാവാം, യോഗിക് ലെവലിലുള്ള എന്ത് ലെവലിൽ കൊടുത്താലും അത് ഗുരു തന്നെയാണ്. പക്ഷെ സപ്തർഷി അല്ല, മറ്റേ സദ്ഗുരു എന്ന് പറഞ്ഞാൽ സത്തിനെ തിരിച്ചറിഞ്ഞവൻ ആരോ അവൻ സദ്ഗുരു. അപ്പൊ എന്താണ് സത്ത്? ഈ സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ ഒന്നും എഴുതിയിരുന്നു കേട്ടാ. ഇത് തിയറി ക്ലാസ് അല്ല, ഇത് പ്യുവർലി സ്പിരിച്വൽ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ക്ലാസ് ആണ്. നമ്മൾ അങ്ങനെ എഴുതിയെടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും തലയിൽ ഉണ്ടാവില്ല. എല്ലാം ഇതിലൂടെ കയ്യിൽ, എല്ലാം ബുക്കിലുണ്ട്, നമ്മുടെ ബുക്കിലുണ്ട്. അപ്പൊ സ്ഥൂലം സദ്ഗുരു. അപ്പൊ സത്യത്തെ, എന്താണ് ഈ സത്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ തിരിച്ചറിഞ്ഞാൽ, ഏത് ബ്രഹ്മം? പരമാത്മാവ് അല്ലെ പരബ്രഹ്മത്തെ. നമ്മൾ എവിടെ നിന്ന് വന്നു, തിരിച്ചെങ്ങോട്ട് പോകുന്നു? ഈ ഭൂമിയിൽ വന്ന് ജീവനെടുത്ത് നമ്മൾ ഈ ജീവൻ പിടിക്കുമ്പോൾ നമ്മൾ തിരിച്ചെങ്ങോട്ടേക്ക് പോകുന്നു? അതിനെ ആരോ തിരിച്ചറിഞ്ഞവൻ ആരോ അവൻ സദ്ഗുരു. അപ്പോഴും ആയിട്ടില്ല. അത് ഒരു ഭാഗം. തിരിച്ച് രണ്ടാമത് തിരിച്ചറിഞ്ഞ സംഭവം മറ്റൊരാളിൽ അനുഭവിക്കപ്പെടുകയും അവരെ കാണിച്ചു കൊടുത്ത് അവരെ അനുഭവിച്ച് തിരിച്ചറിഞ്ഞവൻ ആരോ അവൻ സദ്ഗുരു. 2 പ്രോസസ് നടന്നു. ഒന്ന് സത്യത്തെ തിരിച്ചറിഞ്ഞില്ല, ബ്രഹ്മത്തെ തിരിച്ചറിഞ്ഞ് ബ്രഹ്മത്തെ തിരിച്ചറിയിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവൻ ആരോ അവൻ സദ്ഗുരു. അപ്പൊ ഈ 2 പ്രോസസ്സ് നടന്ന് മാത്രമേ അതിന് സദ്ഗുരു പട്ടം പോകും. അപ്പൊ ഒരു പ്രോസസ്സിൽ നമ്മൾ ഒരു 10-100 പേര് ശിഷ്യന്മാര് ഓൾറെഡി ആ ലെവലിൽ എത്തിയിട്ടുണ്ട്. ആസ്ട്രൽ ട്രാവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഓൾറെഡി ബ്രഹ്മത്തെ തിരിച്ചറിഞ്ഞു. മനസ്സിലായി? നമ്മള് പണ്ടേ തിരിച്ചറിഞ്ഞതാണ്. അപ്പൊ കുറെ കാലമായി. അപ്പൊ ഇപ്പോഴാണ് ഗുരുക്കന്മാരെ എന്നാണ് കിട്ടുന്നത്. അപ്പൊ അതാണ് സദ്ഗുരു പട്ടം. മനസ്സിലായോ? അപ്പൊ ശിഷ്യന്മാർക്കും അതിന്റെ ഗുണമുണ്ടാവും.
അതിൻ്റെ എനർജി ലെവൽ വ്യത്യാസമായിരിക്കും, റേഞ്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ പലരും വിളിച്ച് പറഞ്ഞു ആഴ്ചയിൽ പിന്നത്തെ ആഴ്ചയിലൊക്കെ ഭയങ്കര ഹൈ ലെവൽ എനർജി ആയിരുന്നു എല്ലാവർക്കും. അപ്പോൾ അത് ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ വൈബ്രേഷൻ മനസ്സിലാവാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അതാണ് സദ്ഗുരു ഇത് നമ്മളുടെ വ്യത്യാസം. ക്രിയയുടെ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഇല്ല? ഗുരുവും സദ്ഗുരും അങ്ങനത്തെ എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ടിൽ പേര് വെച്ചോളൂ. മനസ്സിലായില്ലേ? അതായത് പലരും ചോദിക്കും ഇത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി കേരളത്തിൽ ഇങ്ങനെയുള്ള ടെർമിനോളജീസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ഇത് വരും, അറ്റാക്ക് വരും. അപ്പൊ പിന്നെ അവസാനം പറയും ഇത് എന്താ പറയുക, ഇത് ദൈവമാണോ, മനുഷ്യദൈവമാണോ, മൃഗമാണോ എന്നൊക്കെ. അപ്പൊ നിങ്ങൾ എന്താ സംഭവം നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ആരും ചോദിച്ചാലും ഇതാണ് സംഭവം, അതുകൊണ്ടാണ് മുന്നേ ആ ഒരു സംഭവം പറഞ്ഞു അത് മനസ്സിലാവുന്ന മനസ്സിലാവില്ല, അതൊന്നും മനസ്സിലാവില്ല. എന്നാലും നിങ്ങളുടെ കയ്യിൽ ഒരു അറിവ് വേണം പറയാനേ. അപ്പൊ അതിന് വേണ്ടി കേരളത്തില് അമൃതാനന്ദമയി ഉണ്ട്, ജഗ്ഗി വാസുദേവ് തമിഴ്നാട്ടിലുണ്ട്, സദ്ഗുരു പട്ടം എനിക്ക് കിട്ടിയത് ഇങ്ങനെ. ഓക്കെ, ഒരു യൂണിവേഴ്സിറ്റി നമുക്ക് വിഷുപരമ്പരയിൽ നമ്മുടെ ഗുരുക്കന്മാർ തന്നിരുന്ന സംഭവമാണ്. നമ്മൾ അതേ ഇത് വെച്ചിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വരുന്നത്. എന്ത് പ്രോസസ്സ് നടത്തണമെങ്കിലും അത് അവരുടെ തീരുമാനം അനുസരിച്ചിട്ട് നടക്കും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഒന്നും നടന്നു. അതിന് സൂക്ഷ്മത്തിൽ വരാറുണ്ട്, എപ്പോഴും ഉണ്ടാവും. നാഷണൽ ഫ്ലാഗ് നമ്മൾ സൂക്ഷ്മ ശരീരം പുറത്തെടുത്തിട്ട് നമ്മൾ ഈ 14 ലോകത്തിലേക്ക് യാത്ര ചെയ്യും. അപ്പൊ നിങ്ങൾ മുൻ ജന്മത്തിൽ ഏതൊക്കെ സ്ഥലത്ത് പോയിട്ടുണ്ടോ ആ ട്രാക്കിൽ ശരി. അഗസ്ത്യർ സപ്തർഷി മണ്ഡലത്തിൽ താഴെ സപ്തർഷി മണ്ഡലത്തില് ഏറ്റവും ഫസ്റ്റ് പേഴ്സണാണ് അഗസ്ത്യർ. നമ്മളെ ബോഡി ഇപ്പോഴും സപ്തർഷീസ് സപ്തർഷി ലോകത്തിലുണ്ട്. സപ്തർഷി അഗസ്ത്യർ ഓൾറെഡി സമാധി